ഞാൻ പറയട്ടെ, ഏറ്റവും കൂടുതൽ കളിയാക്കാൻ ഉപയോഗിച്ചത് അല്ലെങ്കിൽ കളിയാക്കിയത് ആരൊക്കെയായിരുന്നു? ഫാമിലി തന്നെയാണ്. ഫാമിലി തന്നെയാണ്. എന്താ പറയുക? അതിപ്പോൾ നമ്മൾ ഡയറക്റ്റ് പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ ഇങ്ങനെ കേൾക്കുമല്ലോ ഓരോരുത്തർ പറഞ്ഞെന്ന് പറഞ്ഞിട്ട്. കാരണം നമ്മൾ പഠിച്ചതൊക്കെ ഇത്രയൊക്കെ കാര്യമായിട്ട് പഠിച്ചിട്ട് പിന്നെന്നാ ഇതിനാണെങ്കിൽ വേറെ പഠിച്ചാൽ പോരായിരുന്നോ, ഇതൊക്കെ പഠിക്കണമായിരുന്നോ എന്നുള്ളത്. പക്ഷെ ഞാൻ പഠിച്ചപ്പോൾ കുറച്ച് ദൂരത്തൊക്കെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയും ദൂരമൊക്കെ പോയി പഠിച്ചിട്ടും അപ്പോൾ അങ്ങനെയൊക്കെ പഠിച്ചിട്ട് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ, എന്നാൽ പിന്നെ ഈ ഒരു വീട്ടിലിരുന്നിട്ട് തന്നെ അല്ലാത്ത വേറെ തയ്യൽ പഠിച്ചിട്ട് ഇതിൽ വന്നാൽ മതിയായിരുന്നല്ലോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. എല്ലാവരും ഒരു ഗവൺമെന്റ് ജോലി അങ്ങനത്തെ അങ്ങനെ ഇപ്പോ ഈ 2025 ഈ മാസം എത്തിയേക്കുന്നു. ഇപ്പൊ അവരൊക്കെ എന്താ പറയുന്നത്? അവരിപ്പോ നമ്മളെ ഭയങ്കര ഇതിപ്പോ നമ്മുടെ കടയാന്നുള്ള മട്ടില്ലേ ആണ്, ഇതായിരുന്നു ശരി. അതെ അതെ അതെ. അവരിപ്പോ ഇത് എങ്ങനെ തുടങ്ങണമെങ്കിൽ സ്റ്റാർട്ടിങ് ഇപ്പൊ എങ്ങനെയാന്നൊക്കെയാണ് നമ്മളോട് ചോദിച്ചു തുടങ്ങി. ഐഡിയ ഒക്കെ അടിപൊളി. അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മള് ഈ ക്ലോത്തിങ്സ് സ്റ്റാർട്ട് ചെയ്ത ടൈമില് 2014 നമ്മൾ തുടങ്ങുന്നു. പിന്നെ ഈ ഓൺലൈനിലേക്കൊക്കെ, അതായത് നമുക്ക് എങ്ങനെയാണ് അടുത്തടുത്ത സ്റ്റെപ്പ് വെക്കുന്നത്? ആ ഒരു മൊമെന്റ് ഒക്കെ എങ്ങനെയായിരുന്നു? അത് എനിക്ക് തോന്നുന്നു ഞാൻ ഇതിന്ന് വിട്ടു കൊടുത്തിട്ടില്ല. ഞാൻ സ്റ്റോക്ക് എടുത്തോണ്ടേ നിന്നു. കുറച്ച് ഇങ്ങനെ എടുത്ത് നിന്നിട്ട് അപ്പോൾ പിന്നെ നമുക്കിങ്ങനെ കുറച്ച് അത് ആ സമയത്ത് ഈ ഓൺലൈൻ ഷോപ്പിംഗ് അങ്ങോട്ട് ആയി വരുന്ന സമയമാണ്. അപ്പം നമ്മൾക്ക് ഈ നമ്മുടെ ഫാമിലി ഒന്നും ഇല്ലെങ്കിലും എനിക്ക് കുറച്ച് കസ്റ്റമേഴ്സ് വന്നു. അല്ലാണ്ട് കസ്റ്റമേഴ്സ് വന്നു. ഈ എറണാകുളത്ത് നിന്ന് തന്നെ കുറച്ചുള്ള കസ്റ്റമേഴ്സ് വന്നു. പിന്നെ അവർ വാങ്ങി അങ്ങനെ അങ്ങ് പോയി. അങ്ങനെ